സോ ഹലോ ഗൈസ്, ഞാനാണ് ആദിത്യ. അപ്പോൾ എല്ലാവർക്കും മലയാളം ടെക് ഫാക്ടറി ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ നിങ്ങളിൽ പലരും കേട്ട് കാണും, അതായത് ഫ്ലിപ്കാർട്ട് വഴി ഫോൺ ഓർഡർ ചെയ്തപ്പോൾ ബോക്സിനകത്ത് ഇഷ്ടിയ കട്ട അല്ലെങ്കിൽ സോപ്പ് പൊട്ടി അല്ലെങ്കിൽ പൊട്ടിയ ഫോണൊക്കെ കിട്ടിയതായിട്ട്. സോ ഇതുപോലെ രണ്ട് അനുഭവങ്ങൾ കഴിഞ്ഞ രണ്ടാഴ്ചക്കിടയിൽ എൻ്റെ ലൈഫിലും ഉണ്ടായിട്ടുണ്ട്. അതായത് പുതുതായിട്ടൊരു സ്മാർട്ട് വാച്ച് കിട്ടേണ്ട സ്ഥാനത്ത് എനിക്ക് ബോക്സിനകത്ത് കിട്ടിയത് ഒരു കല്ലിൻ്റെ കഷ്ണമായിരുന്നു. അതുപോലെ തന്നെ പുതുപുത്തന്നെ ഒരു TWS കിട്ടേണ്ട സ്ഥാനത്ത് എനിക്ക് അതിനകത്ത് കിട്ടിയത് ഒരു കേടായ അഴുക്കൊക്കെ പുരണ്ട വേറെ ഏതോ ഒരു TWS ഇയർഫോൺസ് ആയിരുന്നു. സോ ഇതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിക്കുവാണെങ്കിൽ, അതായത് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്നവർക്കറിയാം, നമ്മുടെ ചാനലിൽ ഒരുപാട് പ്രൊഡക്ട്സിൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. ഈ പ്രൊഡക്ട്സൊക്കെ നമുക്ക് ബ്രാൻഡുകളാണ് അയച്ചു തരുന്നത്, അതും റിവ്യൂണിറ്റ്സ് ആയിട്ട്. സോ ഇതേപോലെ ബ്രാൻഡുകൾ നമുക്ക് റിവ്യൂണിറ്റ്സ് സാധാരണ അയച്ചു തരുന്നത് കൊറിയർ വഴിയാണ്. ഇതിനു മുമ്പ് എനിക്ക് ഒരുപാട് പ്രോഡക്റ്റ്സ് ഇതേപോലെ വന്നിട്ടുണ്ട്. അതിനൊന്നും ഇതുവരെയും ഒരു തരത്തിലുള്ള ഇഷ്യൂസും ഉണ്ടായിട്ടില്ല. പക്ഷേ ബോൾട്ട് എന്ന് പറയുന്ന ബ്രാൻഡ് നമുക്ക് അയച്ചിരുന്ന രണ്ട് പ്രോഡക്റ്റുകളിലാണ് ഈ പറയുന്ന ഇഷ്യൂ ഉണ്ടായിരിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ബോൾട്ട് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇഷ്യൂ അല്ല, ഇത് കൊറിയർ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഷിപ്പ് ചെയ്തിരിക്കുന്ന കമ്പനി ഉണ്ടല്ലോ, ഷിപ്പ് റോക്കറ്റ്, അവരുടെ ഭാഗത്തു നിന്ന് വന്നൊരു ഇഷ്യൂ ആണിത്. സോ ഇതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിക്കുവാണെങ്കിൽ, അതായത് ഒന്നാമത്തെ ഇൻസിഡൻറ്റ് നടക്കുന്നത് ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ മാസം, അതായത് മെയ് 21 ആയിരുന്നു. അന്ന് നമുക്ക് രണ്ട് പ്രോഡക്റ്റുകളാണ് ബോൾട്ട് അയച്ചിട്ടുണ്ടായിരുന്നത്. ഒന്നൊരു സ്മാർട്ട് വാച്ച് ആയിരുന്നു, ഒന്നൊരു TWS ഇയർഫോൺസ് ആയിരുന്നു. ഈ രണ്ട് പ്രോഡക്റ്റുകൾ ഷിപ്പ് ചെയ്തിരിക്കുന്നത് ഷിപ്പ് റോക്കറ്റ് എന്ന് പറയുന്ന ഏജൻസി ആയിരുന്നു. അതിനുശേഷം അവരുടെ ഡെലിവറി പാർട്ട്നേഴ്സ് ആയിട്ടുള്ള ഡെൽഹിവറി അല്ലെങ്കിൽ എക്സ്പ്രസ് ബി ആയിരിക്കും ഈ പ്രോഡക്റ്റ് നമുക്ക് ഡെലിവറി ചെയ്യുന്നത്. അന്ന് തന്നെ, അതായത് 21 ഉച്ച കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് രണ്ട് പ്രോഡക്റ്റും ഡെലിവറി കിട്ടിയായിരുന്നു. ആദ്യം വന്നത് നമ്മുടെ എക്സ്പ്രസ് ബിയുടെ ഡെലിവറി മാനാണ്. പുള്ളിക്കാരനാണ് എനിക്ക് സ്മാർട്ട് വാച്ച് കൊണ്ടു തന്നത്. അത് കഴിഞ്ഞ് തൊട്ട് പിന്നാലെ തന്നെ ഡെൽഹിവറിയുടെ ഡെലിവറി മാൻ വന്നിട്ട് നമ്മുടെ TWSന് ഡെലിവറി തന്നായിരുന്നു. രണ്ട് പ്രോഡക്റ്റും ഞാൻ എടുത്തുകൊണ്ട് വീട്ടിനകത്തോട്ട് കൊണ്ടുപോയി. എന്നിട്ട് രണ്ടും പൊട്ടിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. ആദ്യം പൊട്ടിച്ചത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ TWSൻ്റെ പാക്കേജിംഗ് ആയിരുന്നു. അതിനൊരു കുഴപ്പമില്ലായിരുന്നു. പക്ഷേ രണ്ടാമത് പൊട്ടിച്ചത് നമ്മുടെ സ്മാർട്ട് വാച്ചിൻ്റെ പാക്കേജിംഗ് ആയിരുന്നു. അത് പൊട്ടിച്ചപ്പോൾ നമ്മുടെ സ്മാർട്ട് വാച്ചിൻ്റെ ബോക്സ് ഒന്നും അതിനകത്ത് കാണാനുണ്ടായിരുന്നില്ല. ഒപ്പം തന്നെ ബോക്സൊക്കെ ഒരുമാതിരി കീറിപ്പറഞ്ഞ അവസ്ഥയിലായിരുന്നു. ബോക്സ് ഓപ്പൺ ചെയ്ത് ഉള്ളിൽ നോക്കിയപ്പോഴത്തേക്ക് നമ്മുടെ സ്മാർട്ട് വാച്ചിന് പകരം അതിനകത്തൊരു കല്ലാണ് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ യൂസർ മാനുവലും ചാർജിങ് കേബിളും ഒന്നും കാണാനില്ലായിരുന്നു. എന്നിട്ട് ഞാൻ അപ്പം തന്നെ നമ്മുടെ സ്മാർട്ട് വാച്ച് കൊണ്ടുതന്ന എക്സ്പ്രസ് ബിയുടെ ഡെലിവറി മാനെ വിളിച്ചു. അപ്പോൾ പുള്ളിയുടെ അടുത്ത് ഞാൻ കാര്യം പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, എന്തായാലും എക്സ്പ്രസ് ബിയുടെ കസ്റ്റമർ കെയർ നമ്പറിലോട്ടൊന്ന് വിളിച്ച് നോക്കാൻ പറഞ്ഞായിരുന്നു. എന്നിട്ട് പുള്ളിയുടെ അടുത്ത് ഞാൻ നമ്പർ ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി, അവിടെ നിന്ന് കിട്ടുമെന്ന്. അങ്ങനെ ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കി, നമ്പർ കിട്ടി. പക്ഷേ അതിൽ വിളിച്ചിട്ട് കോൺടാക്ട് ചെയ്യാൻ പറ്റിയില്ല. അതിനുശേഷം ഞാൻ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് അവരുടെ മെയിൽ ID ജസ്റ്റ് ഒന്ന് എൻ്റെ ഇഷ്യൂസൊക്കെ പറഞ്ഞിട്ടൊരു മെയിൽ അയച്ചായിരുന്നു. ഇതേ സമയം തന്നെ നമുക്ക് ഈ പ്രോഡക്ട്സ് ഒക്കെ അയച്ചു തരുന്ന ഇൻഫ്ലുവൻസർ ഏജൻസി ഉണ്ടല്ലോ, അവരെ ഞാൻ ഈ ഇഷ്യൂ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അവർ ഈ കാര്യങ്ങളെല്ലാം ബ്രാൻഡിനെ അറിയിച്ചു. അതിനുശേഷം അവർ പറഞ്ഞു എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ അറിയിക്കാമെന്ന്. എന്നിട്ട് ഇഷ്യൂ കഴിഞ്ഞ് ഒരു ദിവസം കഴിഞ്ഞു. എന്നിട്ടും നമ്മൾ ആദ്യം എക്സ്പ്രസ് ബിക്ക് അയച്ച മെയിലിനൊന്നും ഇതുവരെയ്ക്ക് റിപ്ലൈ ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അവരെ കോൺടാക്ട് ചെയ്യാനുള്ള വേറെ വഴി നോക്കി. അപ്പോൾ എനിക്ക് അവരുടെ കോൺടാക്ട് നമ്പർ ഒരെണ്ണം കിട്ടിയായിരുന്നു. അതുവഴി ഞാൻ വിളിച്ചു നോക്കിയപ്പോൾ അവരുടെ എക്സിക്യൂട്ടീവായിട്ട് എനിക്ക് സംസാരിക്കാൻ പറ്റി. അങ്ങനെ എക്സ്പ്രസ് ബിയുടെ എക്സിക്യൂട്ടീവായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞത്, ഈ ഷിപ്പ് റോക്കറ്റ് എന്ന് പറയുന്ന ഏജൻസിയാണ് ഈ പ്രോഡക്റ്റ് ആക്ച്വലി ഷിപ്പ് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ ജസ്റ്റ് അവരുടെ ഡെലിവറി പാർട്ട്ണർ മാത്രമാണ്. അതായത് ഇവിടെ വരുന്ന പ്രോഡക്റ്റ് ഞങ്ങൾ ഡെലിവറി ചെയ്യും, അത്ര മാത്രമേ ചെയ്യുന്നുള്ളൂ. സോ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഷിപ്പ് റോക്കറ്റിനെ അറിയിക്കുക. അങ്ങനെയാണ് അവരെൻ്റെ അടുത്ത് പറഞ്ഞത്. ഞാൻ അവരുടെ അടുത്ത് ഈ ഷിപ്പ് റോക്കറ്റിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കിട്ടുമെന്നാണ്. അങ്ങനെ ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തു. ഷിപ്പ് റോക്കറ്റിൻ്റെ ഒരു കസ്റ്റമർ കെയർ നമ്പർ കിട്ടിയായിരുന്നു. അങ്ങനെ ഞാൻ അതിൽ കോൺടാക്ട് ചെയ്ത് നോക്കി. പക്ഷേ പ്രത്യേകിച്ച് എനിക്ക് വേണ്ടുന്ന രീതിയിൽ റിപ്ലൈ ഒന്നും കിട്ടിയില്ല. അതിനുശേഷം പിന്നീട് ഞാൻ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് അവരുടെ മെയിൽ ID എൻ്റെ ഇഷ്യൂസൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു മെയിൽ അയച്ചു. പക്ഷേ ഇന്നേ വരെയും എനിക്ക് ആ ഒരു മെയിലിനൊന്നും ഒരു റിപ്ലൈയും വന്നിട്ടില്ല. അങ്ങനെ ഇഷ്യൂ കഴിഞ്ഞു, ഒരാഴ്ച കഴിഞ്ഞു. ബോൾട്ട് പറഞ്ഞു നിങ്ങൾക്ക് വീണ്ടും ഒരു പുതിയ പ്രോഡക്റ്റ് ഞങ്ങൾ അയച്ചിട്ടുണ്ടെന്ന്. സോ ആ പ്രോഡക്റ്റ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഷിപ്പ് റോക്കറ്റ് വഴിയാണ് ഷിപ്പ് ചെയ്ത് ഡെൽഹിവറിയാണ് ആ പ്രോഡക്റ്റ് ഡെലിവറി തന്നത്. ജൂൺ 1 ഉച്ചയ്ക്ക് ശേഷമൊക്കെയാണ് എനിക്ക് ആ പ്രോഡക്റ്റ് കയ്യിൽ കിട്ടിയത്. ഞാൻ അത് എടുത്തുകൊണ്ട് വീട്ടിലേക്ക് പോയി. ഇൻ കേസ് എന്തെങ്കിലും ഇഷ്യൂ ആവണ്ടെന്ന് വിചാരിച്ചിട്ട് ക്യാമറയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ ആ പ്രോഡക്റ്റ് പാക്കേജിൽ നിന്ന് പുറത്തെടുത്തത്. സോ പാക്കേജ് പൊട്ടിച്ചു. ബോക്സ് നോക്കിയപ്പോൾ അതിൻ്റെ പുറത്തുള്ള പ്ലാസ്റ്റിക് കവറിങ് ഒന്നും കാണാനില്ല. അപ്പോഴേ എനിക്ക് ഡൗട്ട് അടിച്ചു. ബോക്സ് തുറന്ന് നോക്കിയപ്പോൾ ഒരു TWS ഉണ്ട്. പക്ഷേ ബോക്സിൻ്റെ പുറത്ത് കാണിച്ചിരിക്കുന്ന ഫോട്ടോയിലുള്ള TWS അല്ല, വേറെ ഏതോ ഒരു TWS ആണ് ബോൾട്ടിൻ്റെ തന്നെ. പക്ഷേ അതൊരുമാതിരി അഴുക്കൊക്കെ പിടിച്ചിട്ട് വർക്ക് ചെയ്യുന്നേ ഉണ്ടായിരുന്നില്ല. എന്തായാലും ഇപ്രാവശ്യം നമ്മുടെ കയ്യിൽ പ്രൂഫ് കാര്യങ്ങളൊക്കെ ഉണ്ട്, കാരണം നമ്മൾ വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. സോ ഞാൻ ഈ വീഡിയോസൊക്കെ എടുത്ത് നേരെ നമുക്ക് പ്രോഡക്റ്റ് അയച്ചതിന് ഇൻഫ്ലുവൻസർ ഏജൻസിക്ക് അയച്ചു കൊടുത്തു. അവർ നേരെ അത് ബ്രാൻഡിന് ഫോർവേഡ് ചെയ്തു. അതിനുശേഷം എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ അറിയിക്കാമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ആയപ്പോഴത്തേക്ക് ഷിപ്പ് റോക്കറ്റിൻ്റെ ഭാഗത്തു നിന്ന് എനിക്കൊരു കോൾ വന്നു. അവരുടെ ഒരു എക്സിക്യൂട്ടീവ് ആയിരുന്നു. പുള്ളി ആക്ച്വലി എന്നെ കോൺടാക്ട് ചെയ്ത് ആദ്യത്തെ ആ ഒരു സ്മാർട്ട് വാച്ചിൻ്റെ ഇഷ്യൂവിനെ കുറിച്ച് ചോദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ ഞാനാണെങ്കിൽ ഈ വന്ന TWSൻ്റെ ഇഷ്യൂ കൂടെ മെൻഷൻ ചെയ്തായിരുന്നു. അതിനുശേഷം പുള്ളി പറഞ്ഞു എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ അറിയിക്കാമെന്ന്. പക്ഷേ പുള്ളിയുടെ ഭാഗത്തുനിന്ന് ഇതുവരെയും ഒരു അപ്ഡേറ്റ്സും ഉണ്ടായിട്ടില്ല. കാരണം പുള്ളി ആക്ച്വലി നമ്മളെ വിളിച്ചത് ബ്രാൻഡിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രഷർ കൊണ്ട് മാത്രമാണ്. നമ്മൾ അയച്ച മെയിലുകൾക്കൊന്നും ഇതുവരെയ്ക്ക് റിപ്ലൈ കിട്ടിയിട്ടില്ല. സോ ഇവിടെ ശരിക്കും സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമ്മുടെ ബ്രാൻഡ് ഇതേപോലെ റിവ്യൂവേഴ്സിന് റിവ്യൂസ് അയക്കാൻ വേണ്ടിയിട്ട് ഈ പ്രോഡക്ട്സുമായിട്ട് നേരെ ഷിപ്പ് റോക്കറ്റിൻ്റെ കൊറിയർ ഓഫീസിലോട്ട് ചെല്ലുവാണ്. അവിടെ ഈ പ്രൊഡക്ട്സ് ഹാൻഡിൽ ചെയ്യുന്ന എംപ്ലോയീസ് ഉണ്ടല്ലോ, അവരാണ്
ശരിക്കും പറഞ്ഞാൽ ഈ പ്രോഡക്റ്റ് അടിച്ചു മാറ്റിയിരിക്കുന്നത്. ഈവൻ ബോക്സിനകത്തുള്ള യൂസർ മാനുവലും ചാർജിങ് കേബിളും വരെ അടിച്ചു മാറ്റിയിട്ടുണ്ട്. സോ വളരെ നല്ലൊരു മികച്ച സർവീസാണ് ശരിക്കും പറഞ്ഞാൽ ഷിപ്പ് റോക്കറ്റ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈവൻ സാധാരണക്കാരായിട്ടുള്ള നമ്മൾ ഇതേപോലെ എന്തെങ്കിലും ഇഷ്യൂസ് വന്നിട്ട് കംപ്ലയിൻറ്റ് ചെയ്യുവാണെങ്കിൽ അതിന് പ്രോപ്പർ റിപ്ലൈ പോലും കിട്ടുന്നില്ല. സോ എന്തായാലും എനിക്ക് തീർച്ചയായിട്ടും ഇതൊരു അനുഭവമായിട്ടുണ്ട്. എന്തായാലും നിങ്ങൾക്ക് ഇതുപോലുള്ള ഇഷ്യൂസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ എന്തെങ്കിലും പ്രോഡക്ട്സ് കൊറിയർ വഴി വരുവാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ട് അതിൻ്റെ പാക്കേജിങ് പൊട്ടിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം നമ്മുടെ കയ്യിൽ എപ്പോഴും ഒരു പ്രൂഫ് ഉള്ളത് തീർച്ചയായിട്ടും നല്ലതാണ്. അതുപോലെ തന്നെ ഇതേപോലെ നിങ്ങൾ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രോഡക്റ്റ്സ് അയച്ചു കൊടുക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ആ പാക്കേജിങ് നല്ലപോലെ ഉള്ളിൽ എന്താണെന്ന് അറിയാൻ പറ്റാത്ത രീതിയിൽ നല്ലപോലെ പൊതിഞ്ഞ് അതിൻ്റെ ഭാഗത്ത് ടു ആൻഡ് ഫ്രം അഡ്രസ്സ് കൃത്യമായിട്ട് എഴുതി ഒട്ടിച്ചിട്ട് വേണം അയക്കാൻ. ഇനി നമ്മൾ പാഴ്സൽ അയക്കാൻ വേണ്ടിയിട്ട് കൊറിയർ ഓഫീസിൽ പോയാലും അല്ലെങ്കിൽ ഡെലിവറി ബോയ് ഒന്ന് പിക്കപ്പ് ചെയ്താലും ശ്രദ്ധിക്കേണ്ട കാര്യം, AWB നമ്പർ അല്ലെങ്കിൽ ട്രാക്കിംഗ് ID വരുന്ന സ്റ്റിക്കർ അവർ പ്രോപ്പറായിട്ട് നമ്മുടെ പാഴ്സലിന് മുകളിൽ ഒട്ടിക്കുന്നുണ്ടെന്നുള്ള കാര്യം തീർച്ചയായിട്ടും ഉറപ്പുവരുത്തുക. എന്നിട്ട് മാത്രമേ അവിടെ നിന്ന് തിരിച്ചു വരാവുള്ളൂ. എന്തായാലും ഈ വീഡിയോ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.